നമ്മുടെ കൊപ്പം ടൗണിലുള്ള ട്രാഫിക്കിൻ്റെ സിഗ്നൽ ഉദ്ഘാടനമാണെന്ന് കഴിഞ്ഞത്. ഒരുപാട് കാലമായിട്ട് ഇവിടെ ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരമാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിഗ്നൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും ഇതൊരു ഉപകാരമാവട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ഈ വ്യാപാരികളൊക്കെ ഇതിനെതിരെ വ്യാപാരികൾക്ക് ആശങ്കകളുണ്ട്. പക്ഷേ അവരുടെ ആശങ്കകളെല്ലാം പരിഹരിക്കും. പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിലും പടിപടിയായി അവരുടെ ആശങ്കകളെല്ലാം പരിഹരിച്ച് നമ്മൾ നല്ല രീതിയിൽ എല്ലാവർക്കും അനുകൂലമായി തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും. ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. AE വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്ത് നമ്മൾ അതിനും ഒരു പരിഹാരം കാണും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഈ ടൗണിൽ ട്രാഫിക് പ്രശ്നം കുറേ കാലങ്ങളായിട്ട് നീണ്ടു കിടക്കുന്നൊരു കീറാമുട്ടിയായിരുന്നു. അത് മാറ്റുക എന്നുള്ളൊരു പ്രഖ്യാപിത നയവുമായിട്ട് കൊപ്പം പഞ്ചായത്തിൻ്റെ ഭരണസമിതി വന്നതോട് കൂടിയിട്ട് അത് ഇന്നിവിടെ ആ സിഗ്നൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം ഇതിൽ അപാകതകളുണ്ടോ പാകതകളുണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ദിവസമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇതിലുണ്ടായിരിക്കുന്ന കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട, അതായത് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റുകൾ, അതുപോലെ തന്നെ ട്രാഫിക്കിലെ മറ്റുള്ള പ്രശ്നങ്ങൾ, വഴിയോര കച്ചവടങ്ങൾ, അതൊക്കെ എല്ലാം മാറ്റി അതിന് വേണ്ട തരത്തിലുള്ള കാതലായിട്ടുള്ളൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായതിനു ശേഷം അതൊരു റെഗുലറായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദീർഘകാലമായിട്ട് നമ്മുടെ ഈ കൊപ്പം ടൗണ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് വലിയ ട്രാഫിക് ബ്ലോക്ക്. അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് ഈ ടൗൺ നവീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ഒരു ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ഇന്ന് ഈ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരികളടക്കം ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കമുള്ളവർക്ക് ആശങ്കകളുണ്ട്. ആ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായി അടുത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് ഈ അനധികൃത പാർക്കിങ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഓട്ടോ സ്റ്റാൻഡുകൾ, ഇതെല്ലാം വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുക്കാനുണ്ട്. പിന്നെ ഈ ഫ്രീ ലെഫ്റ്റ് സൗകര്യത്തിന് ആവശ്യമായി ചില ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാനുണ്ട്. അപ്പം നിലവിലെ ഒരു വിപുലമായ സംവിധാനത്തോടു കൂടി വലിയൊരു പദ്ധതിയാണ് KSEB എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അടിയന്തരമായി പഞ്ചായത്ത് ഈ ഫ്രീ ലെഫ്റ്റിനെ ബാധിക്കുന്ന പോസ്റ്റുകൾ മാറ്റാൻ ആവശ്യമായൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തരും. അത് അടുത്ത് തന്നെ പഞ്ചായത്ത് അതിൻ്റെ ഫണ്ട് വെച്ച് എത്രയും പെട്ടെന്ന് തീർക്കുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ചെറിയ ഒരു തടസ്സം വന്നാൽ തന്നെ വലിയ ബ്ലോക്ക് ആണ് കൊപ്പത്തുണ്ടാകുന്നത്. അപ്പോൾ ഒരു ഡ്രൈവിംഗ് അച്ചടക്കം ഇല്ലാത്തതും നമ്മുടെ ഈ ബ്ലോക്കിന് കാരണമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാഫിക് സംവിധാനം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈവിംഗ് അച്ചടക്കം വരികയും നമ്മുടെ ഈ ട്രാഫിക് ബ്ലോക്ക് പരമാവധി കുറയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി കരുതുന്നത്. നേരത്തെ ഇതിൻ്റെ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് ഏകദേശമൊക്കെ ചർച്ച ചെയ്ത് ഇവിടുത്തെ വ്യാപാരികൾക്കും ഇവിടുത്തെ നാട്ടുകാർക്കും മറ്റു യാത്ര ചെയ്യുന്നവർക്കൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇനി വേണ്ട കാര്യങ്ങളുമായി നെക്സ്റ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഇനിയും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം.